ഹായ് ഫ്രണ്ട്സ്, ഞാൻ മാണന്തർ ഷാനവാസ്. ഞാനൊരു മല്ലിയിലയുടെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മല്ലിയില നമുക്ക് വീട്ടിൽ വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മല്ലിയില വീട്ടിൽ തന്നെ നമുക്ക് മുളപ്പിച്ചെടുക്കാം. കടകളിൽ നിന്ന് മേടിക്കുന്ന നമ്മൾ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുന്നത് എല്ലാം നല്ല രീതിയിൽ ഇതിൻ്റെ ലീഫിൽ വിഷം അടിച്ചിട്ട് വരുന്ന മല്ലിയില, കറിവേപ്പില, പുതിനയില ഇതെല്ലാം നല്ല വിഷം ഒരുപാട് കലർന്ന ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ കഴിവതും ഒരു ചെടിച്ചട്ടിയിലെങ്കിലും നമ്മൾ ഇത് മുളപ്പിച്ചെടുക്കുക. നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മല്ലിയില നമുക്ക് എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് ആ മല്ലിയില എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം, മുളപ്പിച്ചെടുക്കുന്നത്. അതിനുവേണ്ടി ഈ മല്ലി കുറച്ച് മല്ലി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മല്ലി നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അതായത് ഈ തടി ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്ത് അതൊന്ന് പൊട്ടിച്ചെടുക്കണം. അതെന്ന് വെച്ചാൽ ഈ മല്ലിയായിട്ട് നമ്മൾ ഇത് പൊട്ടിക്കാതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മുളച്ചു വരുന്നതിന് കാലതാമസം വരും. നമ്മൾ പൊട്ടിച്ചിട്ടാലും കുറച്ച് ലേറ്റായിട്ടേ മുളയ്ക്കൂ. മറ്റ് ചീര കണക്കൊന്നും വളരെ പെട്ടെന്ന് മുളച്ചു വരത്തില്ല. അതായത് അതിൻ്റെ വിത്ത് നശിക്കാത്ത രീതിയിൽ വളരെ നൈസിന് അതൊന്ന് നമുക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ചെടുത്ത് അത് രണ്ടായിട്ട് പിളർന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുളയ്ക്കാൻ വേഗത്തിൽ വരും. അതായത് ഒരു മല്ലിയിൽ 2 വിത്താണുള്ളത്. ഇതാണ് അതിൻ്റെ വിത്ത്. കാരണം അത് നമ്മൾ ആ തോല് പൊട്ടി അത് ഇടുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വേഗത്തിൽ മുളയ്ക്കാനാണ് ഞാനത് പൊട്ടിച്ചെടുത്തത്. നമുക്ക് അപ്പോൾ ഈ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന നമ്മൾ ക്വാളിറ്റി മല്ലി നഴ്സറിയിൽ നിന്നൊക്കെ ഇതിൻ്റെ വിത്തുകൾ കിട്ടും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ച് അത് പാകാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് സൂഡോമോണസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിന് സൂഡോമോണസ് 5 ഗ്രാം പോലും വേണ്ട. അത്യാവശ്യം നമ്മൾ ആ എത്രത്തോളം വിത്തിടുന്നു അതനുസരിച്ച് നമുക്ക് സൂഡോമോണസ് എടുത്ത് ഞാനിപ്പം അതിലേക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ചിരുന്ന മല്ലി അതിലിട്ട് കൊടുക്കുക. നമുക്ക് ആ സൂഡോമോണസ് ലായനിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പം വെള്ളം ഒഴിച്ചില്ലായിരുന്നല്ലോ, മിക്സ് ചെയ്തിട്ടാണ് ഇടേണ്ടത്. ഇതിപ്പം ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കാം. അതുപോലെ തന്നെ ഇതിപ്പോൾ സൂഡോമോണസിൽ ഇടണമെന്നൊന്നുമില്ല. നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ക്വാളിറ്റി തൈകളാണെന്നുണ്ടെങ്കിൽ നമുക്കത് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് വെക്കാം. പക്ഷേ നമ്മൾ ഒരു ദിവസമെങ്കിലും രാത്രി ഇത് ഇതേപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുത്ത് പാകിയാൽ കുറച്ചും കൂടെ മുള പൊട്ടുന്നതിനും ഒക്കെ എളുപ്പമായിരിക്കും. നമുക്കൊന്ന് മൂടി വെക്കാം. വെച്ചിട്ട് നമുക്കത് പിറ്റേ ദിവസം, അതിപ്പോൾ ഞാൻ രാത്രിയാണ് ചെയ്ത് വെച്ചത്. പിറ്റേ ദിവസം നമുക്കതൊന്ന് എടുത്തിട്ട് ഒന്ന് ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചിട്ട് നമുക്കതൊന്ന് പാകി കൊടുക്കാം. നമ്മൾ മല്ലിയില പാകുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഈ മല്ലി പാകുമ്പോൾ നമ്മൾ കഴിവതും ഒരു ചട്ടിയിൽ പാകുന്നെങ്കിൽ വളരെ ഞെരുക്കത്തിൽ വേണം മല്ലി പാകി കൊടുക്കാൻ. എന്ന് വെച്ചാൽ ഇത് 1ഉം 2ഉം 10ഉം തൈകളൊക്കെ മുളച്ചു വന്നാൽ ഇത് ചരിഞ്ഞ് അതങ്ങ് നശിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് വളരെ ഞെരുക്കമായിട്ട് നിൽക്കത്തക്ക രീതിയിൽ ആ ചട്ടിയിൽ എത്രത്തോളം മല്ലി നമുക്ക് പാകാൻ പറ്റുന്നോ, അതിൻ്റെ വിത്ത് പാകാൻ പറ്റുന്നോ ആ രീതിയിൽ നമ്മൾ വിട്ട് കൊടുക്കുക. ആ പാകിയതിന് ശേഷം നമുക്കത് കുറച്ച് പൊട്ടി മിക്സിനകത്ത് അത് പാകി, ഞാൻ ചട്ടിയിൽ പൊട്ടി മിക്സ് ആയിരുന്നത്, അതിൻ്റെ മുകളിലും കുറച്ച് പൊട്ടി മിക്സ് തയ്യാറാക്കി വെച്ച് നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്താൽ കൊടുക്കുന്നത്. ഞാനിപ്പം സൂഡോമോണസ് നേരത്തെ നമ്മൾ അരിച്ചെടുത്തതിൻ്റെ ബാലൻസ് സൂഡോമോണസ് ഉണ്ടായിരുന്നു, അത് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇനി നമ്മൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇതിന് സ്പ്രേ ചെയ്ത് വേണം കൊടുക്കേണ്ടത്. സ്പ്രേ ചെയ്ത് കൊടുത്തില്ല, ഇത് മുളയ്ക്കുന്നതിന് മുമ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മുളച്ച് കഴിഞ്ഞും സ്പ്രേ ചെയ്ത് വേണം ഇത് നമ്മൾ കൊടുക്കേണ്ടത്. അതിനാണ്ട അത്യാവശ്യം നല്ല ഹെൽത്തിയായ തൈകൾ ഞാൻ മുൻപേ തന്നെ കാണിച്ചു. അത്യാവശ്യം നമുക്കുള്ള ഹെൽത്തിയായ തൈകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഇത് മൊത്തം, അതായത് പൂർണ്ണമായിട്ടും ഇത് മുളച്ചിട്ടില്ല. ഇനി ഇതിനകത്ത് മുളയ്ക്കാനുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ 1, 2, 3 ഇങ്ങനെ 10, 20 അങ്ങനെ ഇത് മുളച്ചാണ് വരുന്നത്. കാരണം ഞാൻ കുറച്ച് കൂടെ മുളച്ച് വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാണ് വെയിറ്റ് ചെയ്തത്. കാരണം ഇനി ഇതിനകത്ത് മുളയ്ക്കാനുണ്ട്. ഇതിനകത്ത് നല്ല മുള പൊട്ടി വരുന്ന തൈകളുണ്ട്, ഇനി മുളയ്ക്കാനുമുണ്ട്. അതിന് വളരെ നൈസിന് തൈകളൊക്കെ എൻ്റെ സെൻറ്ററിൽ കണ്ട വളരെ ചെറിയ തൈകളൊക്കെ നിൽപ്പുണ്ട്. ചിലതൊക്കെ വലുതായിട്ട് നിൽപ്പുണ്ട്. അതിന് കുറച്ച് മുളയ്ക്കാനുണ്ട്. അങ്ങനെ സാവധാനമേ ഇത് മുളച്ചു വരത്തുള്ളൂ. നമ്മൾ ഇതിൻ്റെ വിത്ത് പാകിയിട്ട് 10 ദിവസമോ 15 ദിവസമോ ഒക്കെ ആകുമ്പോൾ ഇത് മുള പൊട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അത് ഉപേക്ഷ വിചാരിക്കരുത്. നമ്മൾ വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അത് മുളയ്ക്കും. നമ്മൾ ഇടുന്നത് ക്വാളിറ്റി തൈ ആണെങ്കിൽ, വിത്താണെങ്കിൽ അത് മുളച്ചിരിക്കും. അത്യാവശ്യം വേരുമൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.